ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ അവയവങ്ങളെയും നമ്മളെല്ലാ അവയവങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതായ കണ്ടുകൊണ്ട് ഹറാമാക്കിയത് നോക്കാൻ പാടില്ല, അള്ളാഹു കറാത്താക്കിയത് നോക്കാൻ പാടില്ല. നോക്കൽ കറാത്തായ ചില സംഗതികളുണ്ടാവും. അതായത് നിരോധിക്കപ്പെട്ടത്, അത് എങ്ങനെ നിരോധിക്കപ്പെട്ടതാണെങ്കിലും ഹറാമാണെങ്കിൽ നിർബന്ധമായി ഒഴിഞ്ഞിക്കണം, കറാത്താണെങ്കിലും ഒഴിഞ്ഞിക്കണം, ഖിലാഫുൽ ഔലിയാണെങ്കിലും ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അത് കഴിയില്ല. കറാത്തിന് ഖിലാഫുൽ ഔലിയത്തൊക്കെ ഒഴിഞ്ഞിക്കാൻ കഴിയില്ല. പക്ഷേ ഹറാമിനെ തൊട്ട് നമ്മൾ ഒഴിഞ്ഞിക്കണം. അപ്പോൾ കണ്ണ് ഒരു അവയവം കൊണ്ട് ഒരു ദോഷം ചെയ്ത് കഴിഞ്ഞാൽ ഏത് അവയവം കൊണ്ട് ചെയ്താലും ആ ദോഷത്തിൻ്റെ അടയാളം അവിടെ പതിയുന്നതാണ്. അങ്ങനെയാണ് ഒരു അവയവം കൊണ്ട് ദോഷം പോകുന്നാക്കുമ്പോൾ പറഞ്ഞില്ല, പോകുന്നാക്കണം വെള്ളം കൊണ്ട് മുഖം കൊണ്ട് ചെയ്ത കൈ കൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ പോകും. അത് ദോഷം എന്നുള്ള അഭിപ്രായം വ്യത്യാസമുണ്ട്. പക്ഷേ അവയവങ്ങൾ കൊണ്ട് ഒരു അവയവത്തിൽ ഒരു ദോഷത്തിൻ്റെ അസർ, അതിൻ്റെ വസമത്ത്, അതിൻ്റെ കല അവിടെ എന്തായിട്ടുണ്ട്, അവിടെ പതിയിട്ടുണ്ടാവും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പതിയിട്ട് പടിയിരിക്കുന്നു. അപ്പോൾ ഒരാൾ കയറി ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, ഇതൊക്കെ ചില ആളുകൾ സദസ്സിൽ കടന്നു വരും, അവൻ്റെ കണ്ണിന് സിനൻ്റെ അടയാളം ഉണ്ടാവും. ഇയാൾ വന്നപ്പോൾ ഇയാൾ കണ്ണിന് സിനൻ്റെ അടയാളുണ്ട്, അത് കാണുന്നത് എന്താ കണ്ണുകൊണ്ട് ചെയ്ത സിന എന്ന് പറഞ്ഞാൽ നോക്കാൻ പാടില്ലാത്ത ഒന്നിനെ അദ്ദേഹം നോക്കി. ഒരു പെണ്ണിനെ അജ്നബിയത്താവുന്ന ഒരു പെണ്ണിനെ നോക്കി, അത് ആദ്യം ഒരു കുഴക്കാത്ത നോട്ടാണെങ്കിൽ അത് ഹറാമാവില്ല. നേരെ വെച്ച് കരുതി കൂടി നോക്കിയാൽ അപ്പോൾ പിന്നെയും നോക്കാം.